Hi everyone, welcome to Archana's Academy's YouTube channel. ഇത് ഓൾറെഡി എൻ്റെ ബിടെക് സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ വീഡിയോസ് ചെയ്യുന്ന ബിടെക്കുകാരുടെ ചാനലാണ് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാനൊരു ബിടെക് ട്യൂട്ടറാണ്. സോ ഇപ്പോൾ എൻ്റെ കുറച്ച് പാരൻസിൻ്റെ റിക്വസ്റ്റ് വെച്ചിട്ട് ഞാൻ 10th ഫിസിക്സ് മാത്സും 9th 10th CBSE ആൻഡ് ICSE ഫിസിക്സ് മാത്സും വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ എൻ്റെ ഈ മെയിൻ ചാനലിലേക്കാണ് 10th ഫിസിക്സിൻ്റെ വീഡിയോസ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യും, അപ്പോൾ 9th പിന്നെ 10th മാത്സ് ഒക്കെ എവിടെയാണ് വരുന്നതെന്ന്. ഓൾറെഡി ഞാൻ സ്കൂളുകാർക്ക് ഒരു ചാനൽ ഒരു 4 years മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അറ്റ്മോസ്റ്റ് 10 വീഡിയോസ് എന്തോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചാനലിലേക്കാണ് ബാക്കി സബ്ജക്ട് 9th 10th ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് വരാൻ പോകുന്നത്. +1 +2 ഫിസിക്സ് മാത്സും ഒക്കെ ആ ചാനലിലേക്കാണ് വരുന്നത്. ഇന്ന് ഇപ്പൊ ഞാൻ ഓൾറെഡി ലൈറ്റ് എന്ന നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 10th CBSE ഫിസിക്സിന് ഐ തിങ്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്: ഇലക്ട്രിസിറ്റി, ലൈറ്റ് ആൻഡ് മാഗ്നറ്റിസം മാറ്റർ, അങ്ങനെ എന്തോ ചാപ്റ്റർ. സോ അതില് ഞാൻ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എന്ന ചാപ്റ്ററാണ്. എന്താണ് ലൈറ്റ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്. ഓൾറെഡി മിസ് നിങ്ങൾക്കായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ലൈറ്റ്, ഞാൻ ഇങ്ങനെയൊന്നും കയ്യിൽ നോട്ട്സ് വെച്ചൊന്നും പഠിപ്പിക്കുന്ന ഒരാളല്ല കേട്ടോ. ഈ 10th സ്കൂൾ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലേ, ദാറ്റ്സ് വാട്ട് ആക്ച്വലി ഐ ആം ഫേസിങ് റൈറ്റ് നൗ. അപ്പോൾ സോ നമുക്ക് ആദ്യം എന്താണ് ലൈറ്റ് എന്ന് പറയാം. ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഇസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രിക് പ്ലസ് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു റേഡിയന്റ് എനർജിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. സെൻസേഷൻ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. വി ആർ ഏബിൾ ടു സീ എവറിത്തിങ് അറൗണ്ട് us, അല്ലെ? നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. സോ ലൈറ്റ് ഈസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഈ ലൈറ്റ് ആണ് എന്തൊക്കെയാണ്? റേ ഓഫ് ലൈറ്റ്, ബീം ഓഫ് ലൈറ്റ്, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ അപ്പൊ അതിന്റെ ഒന്ന് നോട്ട്സ് എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിച്ച് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് എല്ലാം കാണാനുള്ള കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ സെൻസേഷൻ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ആ സെൻസേഷൻ ഓഫ് വിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു റേഡിയന്റ് എനർജിനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്: റേ ഓഫ് ലൈറ്റ് ആൻഡ് ബീം ഓഫ് ലൈറ്റ്. റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്ന സെറ്റ് ഓഫ് ലൈറ്റിനെയാണ്, ലൈറ്റ് എനർജിനെയാണ് നമ്മൾ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ റീതിങ്ക് ചെയ്യുമായിരിക്കും, എന്താണ് ഈ മീഡിയം എന്നല്ലേ? എന്താണ് മീഡിയം എന്ന് പറഞ്ഞാല്, നമുക്ക് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ എന്താണ്? എയർ ആണ്. എയർ ഒരു മീഡിയമാണ്. ഓക്കെ. പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വാട്ടർ ഒരു മീഡിയമാണ്. മനസ്സിലായോ? വാക്വം ഒരു മീഡിയമാണ്. അപ്പോൾ ഓരോ, അത് എന്താ മലയാളത്തിൽ പറയാന്ന് എനിക്കറിയില്ല, മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ സ്പീഡും ചേഞ്ച് ആവും. എയറിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸. ഒന്ന് ആലോചിച്ച് നോക്കണേ. 3 × 10⁸ എന്ന് പറഞ്ഞാൽ 10⁸ ആകുമ്പോൾ 8 zeros വരും. അത്രയും മീറ്റർ പെർ സെക്കൻഡിലാണ് ലൈറ്റ് എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എത്ര സ്പീഡാണ്? അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഇടുമ്പോഴത്തേനും നമ്മുടെ റൂമിൽ കയറിയിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും, അല്ലെ? ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഫുൾ ലൈറ്റ് വരുന്നുണ്ട്. അത്രയും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ സ്വിച്ച് ഇടുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് ഫുള്ളി കവർ ചെയ്ത് ലൈറ്റ് കിട്ടുന്നത്, അല്ലെ? എന്നാൽ ഈ എയറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇതേ സ്പീഡിൽ തന്നെ വേറൊരു മീഡിയത്തിൽ ട്രാവൽ ചെയ്യണമെന്നില്ല. ഡെൻസർ മീഡിയം ആണെങ്കിൽ എന്തായിരിക്കും? ഇതിനേക്കാളും ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ റയർ മീഡിയം, ഡെൻസർ മീഡിയം എല്ലാം ഡിസ്കസ് ചെയ്യാം, എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു പോകാം. സോ മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ചേഞ്ച് ചെയ്യും. മേ ബി ദ ഡയറക്ഷൻ ഓൾസോ ഗെറ്റ്സ് ചേഞ്ച്ഡ്. ഓക്കെ, അതൊക്കെ റിഫ്രാക്ഷൻ ഞാൻ പറയാം. ഇപ്പൊ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ലൈറ്റിനെ എല്ലാം നമ്മൾ എന്താണ്? റേ ഓഫ് ലൈറ്റ് എന്ന് പറയും. ദെൻ വാട്ട് ഈസ് ദ ബീം ഓഫ് ലൈറ്റ്? ബീം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേ, ഒത്തിരി ലൈറ്റുകൾ. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാലൊക്കെ ഒരു ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു ഇൻകാൻഡസെന്റോ ഒന്നുമല്ല ലൈറ്റ് കാണുന്നത്. ഫുള്ളി കവേർഡ് വിത്ത് ലൈറ്റ്സ് ആണ്. പല ടൈപ്പ് ഓഫ് ലൈറ്റുകൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ട്യൂബ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സീരിയൽ ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, LED യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈറ്റുകൾ യൂസ് ചെയ്യുന്നതിനെയാണ്, ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റുകളെയാണ് നമ്മൾ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹിയർ കംസ് ദ മെയിൻ തിങ് ഇൻ ദിസ് ചാപ്റ്റർ: reflection and refraction. So what is reflection? Reflection ഉള്ളത് കൊണ്ടാണ് നമ്മൾ മിററിന്റെ മുന്നിൽ ചെന്ന് നിന്ന് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അല്ലേ? അല്ലാണ്ട് മിററിനകത്ത് നമ്മൾ കയറി നിൽക്കുന്നൊന്നുമില്ലല്ലോ. നമ്മുടെ ഒരു ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെർച്വൽ ഇമേജ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് റിഫ്ലക്ഷൻ. അതായത് മക്കളെ,
ഇതൊരു സർഫസ് ആണെന്ന് വെച്ചോ. ഈ സർഫസിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഫോൾ ചെയ്തു. ഓക്കെ, ഈ ഫോൾ ചെയ്യുന്ന ലൈറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റിനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് ലൈറ്റ്. ഓക്കെ, ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പോകുന്ന ലൈറ്റിനെ, ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റിനെയാണ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയാ. പിന്നെ മിസ് എപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുള്ളൂ. കാരണം ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ ഇലക്ട്രിക്കൽ മെഷീൻസും ട്രാൻസ്ഫോമറും ജനറേറ്ററും വലിയ വലിയ മെഷീൻസുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ടേംസുകളും എല്ലാം ടെക്നിക്കൽ ടേംസുകൾ അങ്ങനെ ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഒരു കമന്റ് ചെയ്താൽ മതി, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മെസ്സേജ് ഇടാട്ടാ. സോ നമ്മുടെ ഇൻപുട്ട് പോകുന്ന ലൈറ്റിനെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്ന ലൈറ്റിനെയാണ് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് റിഫ്ലക്ഷൻ വരുന്നത്? ഒരു സർഫസിൽ ചെന്ന ലൈറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് ബാക്ക്, ഇങ്ങനെ തിരിച്ചു വരും. ഇപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെയായിരിക്കും വരിക. ഞാൻ ആ മീഡിയത്തിൽ തന്നെ അപ്പുറമായിട്ട് വരച്ചതാ. ഇങ്ങനെ വരച്ചാലും ഓക്കെയാണ്. ഒരു ലൈറ്റ് ഇൻപുട്ട് അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരില്ലേ? ഇതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോ നിങ്ങൾക്ക് 10th ബേസിക് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു സർഫസിൽ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ ആണോ? റിഫ്ലക്റ്റഡ് ബാക്ക്, ദിസ് ഇസ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇൻസിഡന്റ് ലൈറ്റ് പുട്ട് ബാക്ക്വേർഡ് വന്നതിനെ, ബൗൺസ് ബാക്ക് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഗോട്ട് ഇറ്റ്? റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇനി ഈ സർഫസിലേക്ക് നമ്മുടെ ഇൻസിഡന്റ് ലൈറ്റ് വന്ന് ഫോം ചെയ്തല്ലോ. അപ്പൊ ഇവിടെ ഒരു ഇൻക്ലിനേഷൻ ഇല്ലേ? അതായത് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തില്ലേ? ഇൻക്ലിനേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കാറായാ? എനിക്കറിയില്ല. 10th ഒക്കെ ഇനിയാണ് ഇൻക്ലിനേഷൻ, സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിക്കുന്ന ഇനിയാണെന്ന് തോന്നുന്നു. നല്ല പേര് മഴ കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈറ്റ് വന്ന് സർഫസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇൻസിഡന്റ് ലൈറ്റും ദ നോർമൽ സർഫസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ഐ എന്ന് പറയും. ദിസ് ഐ റെപ്രസെന്റ്സ് ദ ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ആംഗിൾ എന്ന് പറയും. ലൈറ്റ് ഇൻസിഡന്റ് ആയിട്ട് ഫോൾ ചെയ്തപ്പോൾ ആ സർഫസുമായിട്ട് ലൈറ്റിന് മേക്ക് ചെയ്ത ആംഗിൾ ബി ഡി, ഇൻസിഡന്റ് ആംഗിൾ ഐ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നിങ്ങൾ പഠിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതെല്ലാം ഓർത്തിരിക്കണം. ഞാനിപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയും. ഓക്കെ ആണല്ലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൽ നിന്ന് ലൈറ്റ് ബൗൺസ് ബാക്ക് ചെയ്തപ്പോ അല്ലെങ്കിൽ പുട്ട് ബാക്ക്വേർഡ് വന്നപ്പോ ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ? വിച്ച് ഓൾസോ മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ സർഫസ് അല്ലേ? ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സർഫസിന് എന്താണ് നോർമൽ എന്ന് പറയാം? നമ്മുടെ സർഫസുമായിട്ട് മേക്ക് ചെയ്ത് ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആണല്ലോ. ഈ ഇൻക്ലിനേഷൻ വന്നിട്ടുള്ളതിനെ നമ്മൾ നെയിം ചെയ്യും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ക്ലിയർ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ഓക്കെ ആണോ? ഒരു സർഫസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റിനെ ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയും. സർഫസിലേക്ക് ഇപ്പൊ ഞാനൊരു സർഫസിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ എടുത്തൊരു ടോർച്ച് അടിച്ച് കാണിക്കുകയാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുവാണേ. ഞാനിപ്പോ നിങ്ങളെ ഇങ്ങനെ ടോർച്ച് അടിച്ച് കാണിച്ചു ആണല്ലോ. അപ്പൊ ഇതാണ് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ലൈറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഓൾറെഡി മൊത്തം ലൈറ്റ് ആണ്. സോ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഇൻസിഡന്റ് ലൈറ്റ് ഏത് സർഫസിലേക്കാണോ ഫോൾ ചെയ്തത്, സർഫസിൽ ഫോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻപുട്ട് കൊടുത്ത ലൈറ്റിനെ നമ്മൾ നെയിം ചെയ്യുന്നത്, ടെക്നിക്കൽ നെയിം ഇൻ ദിസ് ലൈറ്റ് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ പറയുന്ന ടെക്നിക്കൽ ടേം ആണ് ഫോർ ദ ഇൻപുട്ട് ലൈറ്റ് ഇസ് ദ ഇൻസിഡന്റ് ലൈറ്റ്. ക്ലിയർ? ഇൻസിഡന്റ് ലൈറ്റ്. ഇനി ഈ ഇൻസിഡന്റ് ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മൾ പ്ലെയിൻ മിററിൽ ചെന്ന് നിൽക്കുമ്പോൾ, പ്ലെയിൻ മിറർ ഇപ്പൊ ഞാൻ പഠിപ്പിക്കും, അതിൽ പറയുന്നുണ്ട് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ കണ്ണാടിയിൽ നമ്മളെ കാണുന്നുണ്ട്, പക്ഷെ കണ്ണാടിയുടെ അകത്ത് നമ്മൾ ഇല്ലല്ലോ. നമ്മുടെ ഒരു വിർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഫോം ചെയ്തത്. വിച്ച് മീൻസ് ഒരു ഇമാജിനറി, കണ്ണാടിയുടെ ബിഹൈൻഡിൽ നമ്മളെ കാണുന്നത് എന്താണ്? നമ്മുടെ ഒരു ഇമാജിനറി ഇമേജ് അവിടെ ഫോം ചെയ്യുന്നതാണ് ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു സർഫസിൽ ചെന്നിട്ട് ഒരു ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് റിഫ്ലക്ട്, ആ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ് ആയിരിക്കും. ആ റിഫ്ലക്റ്റഡ് ബാക്ക് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇതിൽ ഓരോ കാര്യം കൂടി ക്ലിയർ ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ ഇമേജസ് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇമാജിനറി ആയിരിക്കും. അതാണ് ഞാൻ ഈ പ്ലെയിൻ മിറർ തന്നെ പറഞ്ഞത്. നമ്മൾ പോയിട്ട് മിറർ കണ്ണാടി നോക്കത്തില്ലേടാ. നമ്മൾ പോയി കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കാണുന്നുണ്ട്. അതായത് കണ്ണാടിയുടെ അകത്ത് നമ്മളല്ലല്ലോ നിൽക്കുന്നത്, നമ്മൾ പുറത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഇമേജ് ആ കണ്ണാടിയിൽ റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. വിച്ച് മീൻസ് ഒരു ഇമാജിനറി ഇമേജ് അവിടെ ഫോം ചെയ്യുന്നതാണ്. അല്ലേ? മനസ്സിലായോ? ഞാൻ ഉദ്ദേശം മനസ്സിലായോ? സോ റിഫ്ലക്ഷന്റെ കേസിൽ ഫോം ചെയ്യുന്ന ഇമേജ് വിർച്വൽ ആണ് അല്ലെങ്കിൽ ഇമാജിനറി ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇൻസിഡന്റ് ലൈറ്റ് കൊടുത്തു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മേക്ക് ചെയ്തു. ഏത് സർഫസിലാണോ ലൈറ്റ് ഫോൾ ചെയ്യുന്നത്, ഇൻസിഡന്റ് ലൈറ്റ് ഫോൾ ചെയ്യുന്നത്, അതേ പോയിന്റിൽ നിന്ന് റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ്സ് ഓർ ദ ബൗൺസ് ബാക്ക് ചെയ്യും ആ ലൈറ്റ്. ആ ബൗൺസ് ബാക്ക് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് പറയും. ആൻഡ് ദ ആംഗിൾ വിച്ച് മേക്സ് വിത്ത് ദ സർഫസ് ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ക്ലിയർ അല്ലേ?
നിങ്ങൾ ഈ നോട്ട്സ് എഴുതി എടുക്കണേ. ഞാൻ ഇതൊക്കെ ഇപ്പൊ തന്നെ എറേസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കോ എന്നിട്ട് എഴുതി എടുക്കുകയോ ചെയ്യുക. അല്ലാണ്ട് എന്നോട് നോട്ട്സ് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ നോട്ട്സ് ഇല്ല. So reflection, it is the process of bouncing back of the light rays which fall on the surface of an object. മിസ് ഇത് മായ്ച്ചു കളഞ്ഞോ, എന്താ മായ്ച്ചെന്നുള്ളതിൽ ഞാനിപ്പോൾ അടുത്ത് ഒന്നുകൂടി വരച്ച് കാണിക്കാം. സർഫസ് എല്ലാം മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഞാൻ നേരത്തെ ഇത് വരച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ എന്നൊരു ലൈൻ, നോർമൽ ടു ദ സർഫസ് എന്ന് പറഞ്ഞു. ഈ നോർമൽ എന്താണെന്നറിയോ? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് നോർമൽ ലൈൻസ് ആണ്. ഇത് നോർമലാണ്, ഇത് നോർമലാണ്. ഓക്കെ, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതിനാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ടാൻജന്റും നോർമലും നിങ്ങൾ 90 പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10th പഠിക്കും. ടാൻജന്റ് ആൻഡ് നോർമൽ. അപ്പൊ 90 ഡിഗ്രി പെർപെൻഡിക്കുലാരിറ്റി ഉള്ളത് നോർമൽ ലൈൻസ് ആണ്. ഞാൻ ഇവിടെ ഒരു സർഫസ് മാർക്ക് ചെയ്തു, ജസ്റ്റ് പ്ലെയിൻ സർഫസ്. ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിനും കൂടി കാണിക്കുന്നുണ്ട്, വിച്ച് റെപ്രസെന്റ്സ് ദ സർഫസ്. ഇതിനെ ഞാൻ സർഫസ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് ഇൻസിഡന്റ് ലൈറ്റ് വന്നു. ആരോ മാർക്ക് ക്ലിയർ ആയിട്ട് കാണിക്കണം. ലൈറ്റ് എങ്ങടാണ് പോകുന്നത് എന്നുള്ളതാണ് ആരോ മാർക്ക്, അല്ലാതെ എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ആരോ മാർക്ക് കൊടുക്കുന്നത്. Then this is angle of incidence I. ഈ സർഫസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേരൊക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ പോളെന്നൊക്കെ പറയും, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത്. ഇവിടെ നിന്ന് റിഫ്ലക്റ്റഡ് ബാക്ക്, തിരിഞ്ഞല്ലേ വരുന്നത്. അപ്പൊ ആരോ മാർക്ക് ഔട്ട്വേർഡ്. ഇവിടെ ലൈൻ ആരോ മാർക്ക് ഇൻവേർഡ്. ഇൻവേർഡ്സ് ടു ദീസ് പോയിന്റ് അല്ലെങ്കിൽ സർഫസിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻവേർഡ്സ് വരച്ചത്. ഇവിടെ നിന്ന് റിഫ്ലക്റ്റഡ് ബാക്ക് ആവുമ്പോൾ ഔട്ട്വേർഡ്സ് ആരോ മാർക്ക്. ആൻഡ് ഹിയർ മേക്സ് ആൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ. ഇനി നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? ഇതെന്താണെന്ന് മാർക്ക് ചെയ്യണം. വിച്ച് ഇസ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് ദിസ് വൺ ബി ദി ഇൻസിഡന്റ് ലൈറ്റ്. ഇൻപുട്ട് ലൈറ്റ് അല്ലേ, ഇൻസിഡന്റ് ലൈറ്റ്. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിക്കാം. ഇതിൽ തന്നെ ഉണ്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ല, ഇതിൽ തന്നെ ഉണ്ട്. 2 പോയിന്റ്സ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്നുള്ളൂ. അത് രണ്ടും ഇതിൽ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട്. ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ്. റിഫ്ലക്ഷൻ, ദ ഫസ്റ്റ് ലോ. ഇൻസിഡന്റ് റേ, ഇത് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇൻസിഡന്റ് റേ. പിന്നെ 90 ഡിഗ്രി നോർമൽ അല്ലെ, നോർമൽ. ആൻഡ് ദ റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ് ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ്. റിഫ്ലക്റ്റഡ് റേ. നിങ്ങൾ ഇവിടെ ഇൻസിഡന്റ് ലൈറ്റ് എഴുതിയാൽ ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് എഴുതണം. ഇവിടെ ഇൻസിഡന്റ് റേ എഴുതിയാൽ ഇവിടെ റിഫ്ലക്റ്റഡ് റേ തന്നെ എഴുതണം. രണ്ടും മാറ്റി തിരിച്ച് എഴുതരുത് കേട്ടോ. റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ഒരു പ്ലെയിൻ അല്ലേ, അതായത് ഈ ഒരു സർഫസിൽ ഈ ഒരു പ്ലെയിൻ, ഈ ലൈനിന്റെ ലെഫ്റ്റിലോട്ട് മാത്രമാണ് എല്ലാ ലൈൻസ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞത്. ക്ലിയർ? ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി പോയത് തന്നെയല്ലേ റിഫ്ലക്റ്റഡ് ബാക്ക്വേർഡ് ആയിട്ട് വന്ന, ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്രാക്ഷൻ അല്ല, റിഫ്ലക്ഷൻ. ഐ ഇസ് ഈക്വൽ ടു ആർ. Angle of reflection such that I is equal to R. Number 1, the incident ray, the reflected ray and the normal lies on the same plane. And the second law, angle of incidence I is equal to angle of reflection R. I is equal to R. Clear? This is the laws of reflection. The next term is the refraction of light. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് റൈറ്റിൽ നിന്ന് പുട്ട് ബാക്ക്വേർഡ് വരുന്നതാണ്, ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മീഡിയം, ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന് ജസ്റ്റ് കൺസിഡർ ഇറ്റ് ബി ദ ഗ്ലാസ് പ്ലേറ്റ്. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഇൻസിഡന്റ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ മീഡിയം എയർ ആണ്, എയർ മീഡിയത്തിൽ നിന്ന് ഇൻസിഡന്റ് ലൈറ്റ് ഗ്ലാസ് പ്ലേറ്റിലേക്ക് വന്നു, ഇൻസിഡന്റ് റേ വന്നു. ഇൻസിഡന്റ് റേ വന്ന് ഈ പോയിന്റ് അല്ലേ ടച്ച് ആയത്, ആ പോയിന്റിൽ നിന്ന് എന്ത് സംഭവിക്കുകയാണ്? ഇങ്ങോട്ട് വരിക, പെനിട്രേറ്റ് ഇൻ ടു ദ മീഡിയം. ആ മീഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് മീഡിയത്തിൽ നിന്ന്, ഇത് എയർ ആണ്, എയർ മീഡിയം, ഇത് ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റ് ഇരിക്കുന്ന എഗെയിൻ ബാക്ക് ടു ഏതായി? നമ്മുടെ എയർ ആയി. അപ്പോൾ പെനിട്രേറ്റ് ഇൻ ടു ദ മീഡിയം ആൻഡ് gets out from this previous medium.
ഗ്ലാസ് പ്ലേറ്റ്, ആ മീഡിയത്തിൽ നിന്ന് ഗെറ്റ്സ് ഔട്ട് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഔട്ട്, ആ ലൈറ്റ് വന്നിട്ട് പുറത്തേക്ക് വന്നു, അതാണ് ട്രാൻസ്മിറ്റഡ് ഔട്ട്. കണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ഇൻസിഡൻറ്റ് റേ, ഇത് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ, ആൻഡ് ദിസ് ബി ദി ട്രാൻസ്മിറ്റഡ് റേ. പെനിട്രേറ്റഡ് റേ, ഏത് മീഡിയമാണോ യൂസ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകും, അതാണ് പെനിട്രേറ്റ് ചെയ്യുക എന്ന് പറയുക അല്ലേ. പെനിട്രേറ്റ് ഇൻ ടു ദ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക. അപ്പം നമ്മുടെ എയർ മീഡിയത്തിൽ നിന്ന് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈ ഗ്ലാസ് പ്ലേറ്റിലേക്ക് നമ്മൾ കൊടുത്തു. ഞാനിത് ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റിലേക്ക് കൊടുത്തു. ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഇൻസിഡൻറ്റ് ലൈറ്റ് വന്നപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് പോയി, റിഫ്രാക്റ്റഡ് റേ എന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ഔട്ട് ഫ്രം ദാറ്റ് പ്ലേറ്റ്, അതായത് ട്രാൻസ്മിറ്റഡ് ഔട്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്മിറ്റഡ് റേ എന്ന് പറയും. അപ്പോൾ ഇനി എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? നിങ്ങൾക്ക് തന്നെ തിങ്ക് ചെയ്യാം. വെൻ എ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ട്രാവലിംഗ് സ്പീഡ് ആൻഡ് ഡിറക്ഷൻ. അതായത് പെനിട്രേറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ എയറിൽ കൂടിയും, നേരത്തെ മിസ് പറഞ്ഞായിരുന്നു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. എവിടെ ട്രാവൽ ചെയ്യുന്നത്? എയറിൽ കൂടി, നമുക്ക് ചുറ്റുമുള്ള എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്നതാണ് ഈ സ്പീഡ്. പക്ഷേ ഇത് ബിക്കോസ് എയർ ആണ് ഏറ്റവും റെയർ ആയിട്ടുള്ള മീഡിയം, ഡെൻസ മീഡിയം. റെയർ ആയിട്ടുള്ള മീഡിയം എയർ ആണ്. എയറിൽ കൂടി ട്രാവൽ ചെയ്യുന്ന അത്രയും സ്പീഡിൽ വേറെ ഒരിടത്തും ലൈറ്റ് ട്രാവൽ ചെയ്യില്ല. ഡെൻസർ ആകുന്നതിനനുസരിച്ച് ഇവഞ്ച്വലി ദ മീഡിയം ടെൻസ് ടു ചേഞ്ച് ഫ്രം റെയർ ടു ഡെൻസർ മീഡിയം അല്ലേ. അപ്പോൾ ഈ ഡെൻസർ മീഡിയത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സ്പീഡും കുറയും. അങ്ങനെ സ്പീഡ് കുറയുന്നത് കൊണ്ട് ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത്, ഗ്ലാസ് ഒരു പ്ലേറ്റ് ആണല്ലോ, ഗ്ലാസ്. അപ്പോൾ ഗ്ലാസ്സിൽ ലൈറ്റ് എന്ത് ചെയ്യും? ട്രാവൽ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് വന്ന സ്പീഡ് ചേഞ്ച് ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞത് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ട്രാവലിംഗ് സ്പീഡ് ആൻഡ് ഡിറക്ഷൻ. ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ആംഗിളിലല്ലേ വന്നേക്കുന്നത്, അതേ ആംഗിളിലാണോ പ്ലേറ്റിനകത്ത് പോയത്? അല്ല, പോയിന്റ് ടച്ച് ചെയ്ത് മീറ്റ് ചെയ്തിട്ട് ആംഗിൾ ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ മിസ് കാണിച്ചു തരാം. ആംഗിൾ ചേഞ്ച് ചെയ്ത മിസ് ഇപ്പോൾ കാണിച്ചു തരാം. ആംഗിൾ ചേഞ്ച് ചെയ്തു, എന്നിട്ട് ഇതേ പാരലായിട്ട് അങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റിൻ്റെ സ്പീഡും ചേഞ്ച് ആവും. വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ആംഗിൾ ആയിരിക്കില്ല പെനിട്രേറ്റ് ചെയ്യുന്ന റേയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യും. ദിസ് പ്രോസസ് ഇസ് ദ റിഫ്രാക്ഷൻ. ക്ലിയർ ആണോ? ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ വെറുതെ എൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാനൊരു പെൻസിൽ, ഇതൊരു പെൻസിലാണേ, പെൻസിലിടുകയാണ്. പെൻസിലിട്ടിട്ട് നിങ്ങൾ നോക്കിക്കോ, ഇത്രയും ഭാഗത്ത് ആ വെള്ളത്തിൻ്റെ അവിടം വരെ പെൻസിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏത് ആംഗിളിലേക്കാണോ ഇൻസിഡൻ്റ് ആയിട്ട് ആ പെൻസിൽ പുട്ട് ഇൻ ടു ദിസ് വാട്ടർ, ആ സെയിം ലൈനായിട്ടാണോ നിങ്ങൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആ പെൻസിൽ കാണുന്നത്, അതോ ആംഗിൾ ഒന്ന് മാറിയിട്ടാണോ കാണുന്നത്? മാറിയിട്ടല്ലേ കാണാൻ പറ്റുന്നത്. ബിക്കോസ് ഈ വന്ന അതേ ആംഗിൾ ഫോർമേഷൻ അല്ല, വിച്ച് ചേഞ്ചസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻപുട്ട് അല്ലേ. ആ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്ന ഈ പെൻസിലിൻ്റെ ഡിറക്ഷൻ ഇവിടം വരെ കാണുന്ന ആംഗിൾ അല്ല വാട്ടറിൻ്റെ താഴേക്ക് നിങ്ങൾ കാണുന്നത്. അതാണ് പറഞ്ഞത് എന്ത്? റിഫ്രാക്ഷൻ ഇസ് ദ പെനിട്രേഷൻ ഓഫ് ലൈറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ വിച്ച് ചേഞ്ചസ് ദ ഡിറക്ഷൻ ആൻഡ് ദി ട്രാവലിംഗ് സ്പീഡ്. ഓക്കെ അല്ലേ? വിച്ച് ചേഞ്ചസ് ദി ഡിറക്ഷൻ ആൻഡ് ദി ട്രാവലിംഗ് സ്പീഡ് ആൻഡ് പെനിട്രേറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഇപ്പോൾ ഈ ഇത്രയും ഭാഗം കാണുന്ന എന്താണ്? എയർ ആണ് മീഡിയം, പക്ഷേ ഉള്ളിലേക്ക് വാട്ടർ ആണ് മീഡിയം. എയറിൻ്റെ അത്രയും സ്പീഡിൽ കൂടി വാട്ടറിൽ കൂടി ലൈറ്റ് ട്രാവൽ ചെയ്യില്ല. ക്ലിയർ ആണോ? അത്രയും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യല്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന്, എയർ എന്ന മീഡിയത്തിൽ നിന്ന് വാട്ടർ എന്ന മീഡിയത്തിലേക്ക് ഇൻപുട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ഡിറക്ഷനും ചേഞ്ച് ചെയ്തു, സ്പീഡും ചേഞ്ച് ചെയ്തു. ക്ലിയർ അല്ലേ? The next topic is the reflection of light by spherical mirrors. First, you have to understand by the term spherical mirrors. What are spherical mirrors? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇമേജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ബാക്ക് ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ബിഹൈൻഡിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഇല്ല. അല്ലെങ്കിൽ എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ ഞാൻ കണ്ണാടിയുടെ പുറത്താണ് നിൽക്കുന്നത്, കണ്ണാടിയുടെ ബിഹൈൻഡിൽ കാണുന്നത് എൻ്റെ ഇമാജിനറി വിർച്വൽ ഇമേജ് മാത്രമാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിൻ മിറർ അല്ലാത്ത മിറർ ആയതുകൊണ്ടായിരിക്കാം അതിനെ എന്തെന്ന് പറയുന്നത്, സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സ്പെറിക്കൽ മിറേഴ്സ്? ദേ ആർ ദ കോൺകേവ് മിറർ ആൻഡ് ദി കോൺവെക്സ് മിറർ. ഞാനിപ്പോൾ കാണിച്ചു തരാം. റിസെസ്ഡ് ഔട്ട്വേർഡ്, അതായത് ബൾജിങ് ഔട്ട്. കണ്ടോ, ഒരു പ്ലെയിൻ മിററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ബൾജ് ഔട്ട് ആയിട്ടുണ്ട് അല്ലേ, കുറച്ചൊരു ബൾജിങ് പോലെ ഇല്ലേ? ഇങ്ങനെയുള്ള ബൾജ് ഔട്ട് ആയിട്ടുള്ള മിറേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? കോൺവെക്സ് മിറർ എന്ന് പറയും. കണ്ടോ, റിസെസ്ഡ് ഔട്ട്വേർഡ്സ് ആണ്, ഇൻവേർഡ്സ് അല്ല. ഇൻവേർഡ് വരുമ്പോൾ കോൺകേവ് ആണ്. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ കാണുന്ന ബൾജിങ് ഉള്ള ലെൻസിനെ അല്ലെങ്കിൽ മിറേഴ്സിനെ നമുക്ക് കോൺവെക്സ് എന്ന് പറയാം. കോൺവെക്സ്. ദെൻ ദിസ് ദ കോൺകേവ്. ദിസ് ഇസ് ദ റിസെസ്ഡ് ഇൻവേർഡ്സ് ആണ്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് അല്ലേ, പുറത്തേക്ക് ബൾജിങ് അല്ല, വെളിയിൽ വന്നിട്ട് ഉള്ളിലേക്ക് ബൾജ് ഔട്ട് ചെയ്തേക്കുക ആണല്ലോ, ഉള്ളിലേക്ക് ബൾജ്. അതാണ് റിസെസ്ഡ് ഇൻവേർഡ്സ് പറയുന്ന ലെൻസിനെ നമ്മൾ എന്തെന്ന് പറയും? കോൺകേവ് ലെൻസ് എന്ന് പറയും. ഇപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ ഒരൊറ്റ ലെൻസിൽ കൂടി എനിക്കിവിടെയുള്ള എല്ലാ ബുക്സും കാണാം. കോൺകേവ് ആയതുകൊണ്ടാണ്. എല്ലാ ബുക്സും കാണാം, ക്യാമറ കാണാം, പുറത്ത് കാണാം. അവിടെയുള്ള ഇമേജുകളെയെല്ലാം ചെറുതാക്കി കാണാൻ എന്തിന് സാധിക്കും? കോൺകേവ് ലെൻസിന് പറ്റും. അപ്പം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇതിൽ കൂടി നോക്കിയാൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഭയങ്കര വലിയ പ്രൊജക്റ്റഡ് കാണിക്കുന്ന ലെൻസാണ്. ഇപ്പം നമ്മുടെ ലെറ്റേഴ്സൊക്കെയാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലെറ്റേഴ്സൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതിൽ കൂടി നോക്കിയാൽ ഒരു ചെറുതായിട്ട് എഴുതിയേക്കുന്ന ലെറ്റർ വരെ ഭയങ്കര വലിയ ലെറ്ററായിട്ട് കാണാൻ പറ്റും. അതാണ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത. ബൾജ് ഔട്ട്, റിസെസ്ഡ് ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ ആ ലെൻസിൽ കൂടി നമ്മളൊരു ചെറിയ കാര്യത്തിനെ നോക്കിയാൽ പോലും അതെന്തായിട്ട് കാണും? വലിയ ഒരു ഇമേജായിട്ട് കാണും. പക്ഷേ ഇത് റിസെസ്ഡ് ഇൻവേർഡ്സ് അല്ലെങ്കിൽ ബൾജിങ് ഇൻവേർഡ്, ഉള്ളിലേക്ക് ബൾജായിട്ടാണ് ഇരിക്കുന്നത്. ഈ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. എന്നാൽ ഈ രണ്ട് എഡ്ജസിൽ നോക്കിക്കഴിഞ്ഞാൽ തിക്കാണ്, ഉള്ളിൽ തിന്നാണ്. അങ്ങനെ റിസെസ്ഡ് ഇൻവേർഡ്സ്, ഞാൻ എല്ലാം വരച്ച് കാണിക്കാം മക്കളെ. റിസെസ്ഡ് ഇൻവേർഡ്സ് വരുന്നതിനാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ആൻഡ് ഈ കോൺകേവിൽ കൂടി നോക്കുമ്പോഴാണ് മിസ് പറഞ്ഞത് എനിക്ക് ഇവിടെയുള്ള ബുക്കുകൾ കാണാം, ക്യാമറ കാണാം, പുറത്തും കാണാം. പക്ഷേ ഇതിൽ കൂടി നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? ഒന്നും കാണാൻ പറ്റില്ല. എൻ്റെ വീഡിയോ എടുക്കുന്നത് ഒരു ബ്ലാക്ക് ഫോണാണ്. ആ ബ്ലാക്ക് മാത്രം എന്തോ ഒന്ന് കാണുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. വിച്ച് മേക്സ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഭയങ്കര എൻലാർജ് ചെയ്ത് കാണിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഒരു ചെറിയ കാര്യത്തിനെ വലുതായിട്ട് എൻലാർജ് ചെയ്യുമ്പോൾ, ലെറ്റേഴ്സ് ആണെങ്കിൽ ഒരു കുഞ്ഞു ലെറ്ററിനെ നമുക്ക് വലിയ ലെറ്ററായിട്ട് കാണാം. അല്ലാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് ഒക്കെ ആണെങ്കിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ഈ മിസ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളെയും കാണിക്കാം. ഇത് മിസ്സിൻ്റെ ഒരു ഇലക്ട്രിക്കൽ മെഷീൻസിൻ്റെ ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിൽ ഇപ്പം ഞാൻ നിങ്ങളെ ഇത് ക്യാമറയിൽ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ ലെൻസ് പിടിച്ചിട്ടുണ്ട്. ഇത് ഏത് ലെൻസായിരിക്കും നിങ്ങൾക്ക് അത്രയും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ? ദിസ് ഈസ് റിസെസ്ഡ് ഇൻവേർഡ്സ് ലെൻസ്. അപ്പോൾ കോൺവേവ് ആകുമ്പോൾ കണ്ടോ, നിങ്ങളിങ്ങനെ കണ്ടത് എന്ത് പെട്ടെന്നാണ് സിമ്പിളായിട്ട് സ്മോളായിട്ട് മുഴുവൻ കാണാൻ പറ്റുന്നില്ല എഴുതിയിട്ടുള്ളത് അല്ലേ? ഓതറിൻ്റെ പേരും എഡീഷനും വരെ കാണാം. സെമസ്റ്റർ 4 സെക്കൻഡ് റിവൈസ്ഡ് എഡീഷൻ. നിങ്ങൾക്ക് അത്രയും കാണാൻ സാധിക്കുന്നുണ്ട്. വിച്ച് മീൻസ് കോൺകേവ് ലെൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മോളായിട്ട് ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേ സാധനം ഇപ്പോൾ കോൺവെക്സ് വയ്ക്കാൻ പോവുക. നിങ്ങളെങ്ങനെ കാണുന്നു? എല്ലാർജ് ഇമേജ് കാണുന്നില്ലേ? വലിയ ഇമേജായിട്ട് നിങ്ങൾ കാണുന്നില്ലേ മക്കളെ? കണ്ടോ ആ ലെൻസിൻ്റെ ഡിഫറൻസ്? കണ്ടോ? ഇത് കോൺവെക്സ് ആണ്. അതായത് ബൾജ് ഔട്ട് ഉണ്ടായിരുന്ന റിസൾട്ട്സ് ഔട്ട്വേർഡ്സ് ഉണ്ടായിരുന്ന ലെൻസിൽ നോക്കുമ്പോൾ എൻലാർജ്ഡ് ഇമേജ് കാണുന്നുണ്ട്. കണ്ടോ? ഇതാണ് കോൺകേവും കോൺവെക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ഡിഫറൻസ് കേട്ടോ, ഒറ്റ ഡിഫറൻസ്. നോക്കിക്കോ മക്കളെ. അപ്പോൾ അടുത്ത ടോപ്പിക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. ഞാൻ ഇവിടെ നിൽക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. മിസ് എന്താ പറഞ്ഞത്? സ്പെറിക്കൽ മിറേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പെറിക്കൽ മിറേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് 2 types ആസ് ദി കോൺകേവ് മിറർ ആൻഡ് ദി കോൺവെക്സ് മിറർ. അതായത് നമ്മുടെ പ്ലെയിൻ മിററിൽ നിന്ന് ബൾജിങ് ഉള്ളത് കോൺവെക്സ്, ബൾജിങ് ഇല്ലാണ്ട്
ബൾജ് ഔട്ടിലേക്ക് റിസസ്ഡ് ഇൻവേർട്സ് വന്നിട്ടുള്ളത് നമ്മുടെ കോൺകേവ് മിററാണ്. അപ്പോൾ ഞാൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ലെൻസിൽ കണ്ടല്ലോ. സോ ഇനി ആ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ഇതാണ് ബേസിക്കലി ഒരു സ്പെറിക്കൽ മിറർ, ഒരു സിംഗിൾ റിംഗ് മിറർ. ഈ മിറർ എന്ത് ചെയ്തു? ബൾജസ് ഔട്ടല്ലേ. ഇപ്പം മിസ്സിന് ഇതിനെ ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ഇനി പ്ലെയിന്, ഫോക്കസ്, ഫോക്കൈ ലെങ്ത്, റേഡിയസ് എല്ലാം, റേഡിയസ് ഓഫ് കർവേച്ചർ ഒക്കെ പറയാൻ പോകുന്നത് ഇത്രയും പോർഷൻ എടുത്തിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കാണിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സ്പെറിക്കൽ മിറർ എന്ന് പറയുന്ന ഫുൾ റിങ് വരച്ചു. ഫുൾ റിങ്ങിൽ സ്പെറിക്കൽ മിറർ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? കോൺവെക്സ് മിറർ എടുക്കുമ്പോൾ ഇത്രയുള്ള ബൾജിങ് മാത്രം മതി. ക്ലിയർ ആണോ? അത്രയുള്ള ബൾജിങ് മതി. ഇത്രയും പോർഷനാണ്, ഈ കാണുന്ന ഇത്രയും പോർഷനാണ് നമ്മുടെ കോൺവെക്സ് മിറർ. ക്ലിയർ? അപ്പോൾ ഈ കോൺവെക്സ് മിററിൽ എന്ത് ചെയ്തു? കേർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ് അല്ലേ, പുറത്തേക്കല്ലേ തള്ളിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബൾജസ് ഔട്ട് അല്ലേ, ബൾജ് ചെയ്തിരിക്കുകയല്ലേ. ആൻഡ് ദ റിഫ്ലക്റ്റീവ് സർഫസ്, ഈ റിഫ്ലക്റ്റീവ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്സ്. ഇതിൻ്റെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഞാൻ എഴുതാൻ വിട്ടതാണ്, ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത്. നോക്കിക്കോ. ദ സ്പെറിക്കൽ മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ബൾജസ് ഔട്ട് towards the light source is called the convex lens. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബൾജസ് ഔട്ട് എന്നുള്ള ടേമിനെ റിസസ്ഡ് ഔട്ട് എന്ന് വേണമെങ്കിൽ എഴുതും. ഈ കണ്ടോ, RECESSED, റിസസ്ഡ്. ബൾജ് അല്ലെങ്കിൽ റിസസ്ഡ് എഴുതാം. റിസസ്ഡ് ഔട്ടാണ്, ഇവിടെ റിസസ്ഡ് ഇൻവേർഡ് ആണ് കോൺകേവ് വരുമ്പോൾ. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് ദേ ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ മിസ്സ് കാണിച്ച ലെൻസ് ഇല്ലേ, മിസ്സ് കാണിച്ച ലെൻസിൽ ദേ കണ്ടോ, കാണുന്നുണ്ടോ? കണ്ട ഒരു ബൾജിങ് ഉള്ള ലെൻസ്. ഈ ബൾജുള്ള ലെൻസാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് എന്ന് പറയുന്നത് അല്ലേ. അത് തന്നെയാണ് നോട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദ സ്പെറിക്കൽ മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ബൾജസ് ഔട്ട് ടുവാർഡ്സ് ദി ലൈറ്റ് സോഴ്സ് ഇസ് കോൾഡ് ദി കോൺവെക്സ് ലെൻസ്. ക്ലിയർ അല്ലേ? കോൺവെക്സ് ലെൻസ്. അപ്പം എന്തായിരിക്കും കോൺകേവ്? സ്പെറിക്കൽ മിററിൻ്റെ വേർഡ്സ് വന്നിട്ടുള്ളതായിരിക്കും നമ്മുടെ കോൺകേവ് മിറർ. അപ്പം ഞാൻ ആ സ്പെറിക്കൽ മിറർ 2 മിറർ വെച്ചിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം. ഞാൻ അതിനെ സിമ്പിളായിട്ട് നമ്മൾ എന്താണോ മിറർ കാണുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ലെൻസ് കാണുന്നത്, അതിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് കോൺകേവ് മിറർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. കോൺകേവ് മിറർ ദ കർവ്ഡ് ഇൻവേർഡ് റിഫ്രാക്റ്റീവ് സർഫേസ്, അല്ലെങ്കിൽ സ്പെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് റിസസ്ഡ് ഇൻവേർഡ്സ്, ഉള്ളിലേക്ക് ബൾജ് ഔട്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോൺകേവ് മിറർ എടുത്താൽ അതിൻ്റെ ഔട്ടർ സർഫസിന് തിക്നെസ് കൂടുതലും മിഡിൽ പോർഷൻ വരുമ്പോൾ തിക്നെസ് കുറവായിരിക്കും, അതായത് തിന്നായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇന്ന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് പോർഷൻസ് ആണ് നമ്മുടെ. ഐ ഹോപ്പ് ഓൾ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റുഡ് ദ ക്ലാസ് ടുഡേ. സോ ദിസ് ഇസ് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ആൻഡ് ഐ ആം അർച്ചന. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.